ഇന്ന് സ്ത്രീകൾ മുന്നേറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും ചില സ്ത്രീകൾ ഇപ്പോഴും അടുക്കളയിൽ സ്റ്റക്കാണ്. എന്നാൽ അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ന് 1 കോടി നേടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഒരിക്കലും ഞാൻ എത്തിപ്പെടുമെന്ന് കരുതിയൊരു ഫീൽഡൊന്നും അല്ല. ഇങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് എനിക്ക് മുൻപ് പരിചയമില്ല. ഉള്ളിൽ എവിടെയോ ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രി എന്നൊരു കമ്പനിയിലേക്കുള്ള ചുവടുവെപ്പ് എവിടെയാണ്. ഒരാഴ്ച ഞാൻ 2,40,000 രൂപ വരെ ഞാൻ 1 വീക്ക് 7 ദിവസത്തെ പ്രോഫിറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരായ വ്യക്തിക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റിക്കണമെന്നില്ല. കാരണം 5 വർഷം മുൻപത്തെ ഞാനാണെങ്കിൽ ഞാനിത് ഉൾക്കൊള്ളണമെന്നില്ല. ഈ ഒരു ഫീൽഡിൽ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഒരു ബോസ് ഇല്ല, ടെറിട്ടറി ലിമിറ്റ് ഇല്ല. നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3.5 കിലോ ഓർഗാനിക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എവിടെ നിന്ന് കിട്ടും? അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റെലവൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ഒരു ബിസിനസ്സുകാരനായി മാറാണ്. അതായത് ഞാൻ ഒരു ബോസായി മാറാണ്. റഹീന MK ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. വെൽക്കം ടു ഷോ. താങ്ക് യു. റഹീന MK എങ്ങനെയാണ് ഈ 1 കോടിയിലോട്ട് എത്തുന്നത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം? ആരാണ് റഹീന? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. പേര് റഹീന, സ്വദേശം വരുന്നത് മലപ്പുറത്താണ്. ഓക്കെ. മലപ്പുറത്ത് ഏകദേശം ഒരു 5 വർഷം മുൻപാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത്. ഇൻഡസ്ട്രി എന്നൊരു കമ്പനിയിലേക്കുള്ള ചുവടുവെപ്പ് അവിടെയാണ്. അതെ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കമ്പനി അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ സ്റ്റാർട്ട് ചെയ്ത് 1 കോടി രൂപ അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഇൻഡസ്ട്രി? ഒരിക്കലും ഞാൻ എത്തിപ്പെടുമെന്ന് കരുതിയൊരു ഫീൽഡൊന്നും അല്ല. ഇങ്ങനെ ഒരു ഫീൽഡിനെ കുറിച്ച് എനിക്ക് മുൻപ് പരിചയമില്ല. ഒരു ബൈ ചാൻസ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതാണ്. ബൈ ചാൻസ് എന്ന് പറയുമ്പോൾ അത് ഏത് ചാൻസ് ആണ്? ബൈ ചാൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ചും അതേപോലെ ഈ ഒരു കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ചും ഉമ്മ അറിയാനിടയായി. അപ്പോൾ ഉമ്മാക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനാണ് ഏറ്റവും എൽഡസ്റ്റ് ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സജഷൻസ് വേണം, ഉണ്ടെങ്കിലേ ഉമ്മാക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ്? ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളാണ്, ന്യൂട്രീഷൻ ഇൻസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റുകൾ ഉമ്മാക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് എന്നുള്ള കാര്യം ഉമ്മാക്ക് മനസ്സിലായ സമയത്ത് ഉമ്മ ഇതിനെക്കുറിച്ച് എന്നോട് മനസ്സിലാക്കാൻ പറഞ്ഞു. ഞാൻ ഇഗ്നോർ ചെയ്തതാണ്, ഒരുപാട് തവണ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഉമ്മാൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ഈ ഒരു ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കി കേട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ അതാണ് എൻ്റെ ഇതിലേക്കുള്ള ഒരു ഫസ്റ്റായിട്ടുള്ളൊരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന് മുമ്പ് ആരായിരുന്നു റഹീന? അതിന് മുൻപ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് ചെയ്തിട്ടുണ്ട്, ഓഫീസ് റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ടെലികോളിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി വർഷങ്ങളോളം ഡിസൈനിങ് മേഖലയിൽ തയ്ക്കാൻ വരെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ടൊരു PRO എന്നൊരു പൊസിഷനിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ഫീൽഡിനെ കുറിച്ച് കേട്ടപ്പോൾ വേണ്ട, നടക്കൂല, ഇഗ്നോർ ചെയ്തതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു ബിസിനസ് എന്ന നിലയിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളുടെ താഴെ നിൽക്കാൻ താല്പര്യമില്ല. അതിൻ്റെ ഒരുപാട് റിസ്കുകൾ, കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ടൈമിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതേപോലെ ഒരു ഫാമിലി ആയിട്ട് ഇപ്പം മോളുണ്ട്, മോളുടെ ഒക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ലീവ് എടുക്കാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്റ്റാഫ് ആകുമ്പോൾ ആ ഒരു ഫീൽഡിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും, ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്ത് പ്രശ്നങ്ങളും ഫേസ് ചെയ്യാൻ സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോസ് എപ്പോഴും നമ്മുടെ ബാക്കിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ തെറ്റ് നമ്മുടെ അല്ലെങ്കിൽ പോലും നമ്മളിത് ഫേസ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായ സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും, അത് ഇനി കുറഞ്ഞ ഏണിങ്സേ ഉള്ളെങ്കിൽ പോലും സ്വന്തമായിട്ടാകുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വേണ്ടല്ലോ. എൻ്റെ എത്തിക്സിന്, കാരണം എത്തിക്സിന് കുറച്ചും കൂടെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ എൻ്റെ എത്തിക്സിനനുസരിച്ച് ചെയ്യാലോ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് എന്തായാലും ഭാഗ്യവശാൽ ഈ ഒരവസരം ദൈവാനുഗ്രഹം കൊണ്ട് കയ്യിൽ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്തിക്സ് വിശ്വസിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എത്തിക്സ് എവിടെയാണ് മിസ്സായി പോയത്? അല്ലെങ്കിൽ മിസ്സായെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഏതൊരു ഫേം ആയിക്കോട്ടെ, കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഫുള്ളി പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരുന്നത് സ്റ്റുഡൻസും ആയിട്ടുള്ളൊരു ഫീൽഡായിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫീൽഡായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വാഗ്ദാനം കൊടുക്കും. ഈ സമയത്തുള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ആവും, ഈ സമയത്തിനുള്ളിലാണ് ഞങ്ങളുടെ റിസൾട്ട് കിട്ടുക, ഈ സമയത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെയാണ്.
പക്ഷേ ഇത് കറക്റ്റ് ടൈമിൽ ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ പ്രോബ്ലം അല്ല, ഫേമിൻ്റെ പ്രോബ്ലം അല്ല, യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് പലതും ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മളത് പറയുന്നില്ല, അത് ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരുടെ വായന്ന് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഫീസ് അടച്ചത്, ഞങ്ങളുടെ ഫീസ് കൊണ്ടല്ലേ ഞങ്ങൾ സാലറി മേടിക്കുന്നത്, ഇത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിന് എന്താ പറയുക, എൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ ഒരു ഫീൽഡ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സമയത്ത്, ആ ഒരു ഫീൽഡ് എന്നുള്ളതല്ല, സ്വന്തമായിട്ട് ചെയ്യാം, എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ നേരെ ചൊവ്വേന്ന രീതിയിൽ ചെയ്യാലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ അബ്രോഡ് പോയി പഠിക്കണം, അബ്രോഡ് പോയി പഠിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കൂടുതൽ പൈസ കിട്ടും, ആ ലോൺ എടുത്തൊക്കെ വീട്ടി ഒരുപാട് കാശുണ്ടാക്കാം, NPR കിട്ടും, അവിടെ സ്റ്റേ ചെയ്യുക, ലൈഫ് സെറ്റിൽ ആകാം എന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ താങ്കൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് ചതിയിൽപ്പെടുന്നത്? ആ ഒരു ഫീൽഡ് എന്ന് പറയാൻ ബെറ്റർ ഫീൽഡാണ്. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഫീൽഡ് എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസിന് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പിന്നെ ഒരു ജോബിൻ്റെ കൂടെയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതിന് ചില സിറ്റുവേഷനിൽ റിസ്കുകൾ വരുന്നുണ്ട്. അപ്പം ആ റിസ്കിനെ അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോവണം. റിസ്ക് എന്താണെന്ന് ക്ലാരിറ്റി ഇത് തന്നെയാണ്. ഒന്ന്, ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ അതേപോലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാകുമ്പോൾ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ഫീൽഡ് ആകുന്ന സമയത്ത് റെഗുലർ ഫീൽഡിനേക്കാളും ഒരു ബാക്കായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റികളൊക്കെ എന്തായാലും ഡിസ്റ്റൻസിനെ കാണുള്ളൂ. അപ്പോൾ അതിനുള്ള ദൂരങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ സമയപരിധികളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അത് പല യൂണിവേഴ്സിറ്റികളും ഡിപ്പെൻസ് ആണ്, പല രീതിയാണ്. പക്ഷേ ഇന്ന് ഞാനത് ചെയ്തത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പക്ക ഓൺലൈനായി കാര്യങ്ങൾ, ഇന്ന് യൂണിവേഴ്സിറ്റികളെ നേരിട്ട് കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തിരിഞ്ഞ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ ഫീൽഡുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഒരു വരുമാനം? 1 കോടി രൂപ ഒരു സ്ത്രീ നേടാന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ എന്നാൽ ആര് നേടിയാലും അത് പൈസയ്ക്ക് മൂല്യം കൂടി നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഓരോ വീട്ടമ്മമാർ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെ ഇത് നേടി എന്നൊരു ചിന്താഗതി എല്ലാവരുടെ ഉള്ളിലുണ്ടോ? എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ താങ്കളെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു ഫീൽഡാണ്. ഓക്കെ, ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പോൾ ഇതിലെങ്ങനെ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു മാർഗം സ്വീകരിക്കാൻ പറ്റും. പലർക്കും അതൊരു പോസിബിൾ ആണോ എന്ന് തോന്നാറുണ്ട്. ഇപ്പം ഞാനൊക്കെ ഏകദേശം ഒരു 1 വീക്ക് വരുമാനം കണ്ടിന്യൂസ് ആയിട്ട് 1 ലാഖിന് അബോ ഞാൻ മേടിക്കാറുണ്ട്. ഹയസ്റ്റ് വോളിയം പറയുകയാണെങ്കിൽ, ഇൻകം പറയുകയാണെങ്കിൽ ഒരാഴ്ച ഞാൻ 2,40,000 രൂപ വരെ ഞാൻ 1 വീക്ക് 7 ദിവസത്തെ പ്രോഫിറ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരായ വ്യക്തിക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം 5 വർഷം മുൻപത്തെ ഞാനാണെങ്കിൽ ഞാനിത് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ ലോജിക്ക് അനുസരിച്ചും നമ്മുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളനുസരിച്ചും നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ മേടിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ മേടിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ പോസിബിൾ ആണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. തുടക്ക സമയത്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. 1 വീക്ക് ഇൻകം 2,40,000 രൂപ എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് ഒരാഴ്ച വരുമാനം 500 രൂപയും കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ആഴ്ചയിൽ 2,40,000 പകരം 500 കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ഷെയർ മാർക്കറ്റ് പോലെയാണോ? അങ്ങോട്ട് കയറി മാർക്കറ്റ് എന്നുള്ളതല്ല, ഒരു ഓൺട്രപ്രണർഷിപ്പ്. അത് ഏതായിക്കോട്ടെ, ട്രഡീഷണൽ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള സ്ട്രഗിളിങ് ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതിൻ്റെതായിട്ടുള്ള വോളിയം അല്ലെങ്കിൽ വരുമാനവും കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം അത് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ, അത് അതിൻ്റെ സെയിൽസ് കൂടി വരുന്നേ ഉണ്ടാവുള്ളൂ, വാട്ടവർ ഏതാണെങ്കിലും. പക്ഷേ അത് കുറച്ച് വർഷം കൊണ്ട് പടുത്തുയർത്തി വളരുമ്പോഴാണ് അതിനുള്ള യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് വന്നു തുടങ്ങുക. അതുപോലെ തന്നെയാണ് ഈ ഫീൽഡും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് താങ്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിൽ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റീസിനാണ് ഇതിൻ്റെ ഡ്രോബാക്സും. കാരണം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. ഒരു ബോസ് ഇല്ല, ടെറിട്ടറി ലിമിറ്റ് ഇല്ല, നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഡ്രോബാക്സ് അല്ല, ഇതിന്റെ പോസിറ്റീവ് സൈഡ് ആണ്. ഇതന്നെയാണ് ഏറ്റവും വലിയ ഡ്രോബാക്സ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടൈം ലിമിറ്റ് എനിക്ക് നിർബന്ധമായിട്ടും പാലിച്ചേ പറ്റൂ. കാരണം 9 മണി ടു 6 മണി വരെ എന്തായാലും CCTVയുടെ മുമ്പിൽ പഞ്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. ഒരു ബോസിനെ പേടി ഉണ്ടാവും,
ഇല്ലെങ്കിൽ സാലറി കട്ടാവുമല്ലോ എന്നുള്ള പേടി. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊന്ന് മടിയന്മാരാവും. അതൊരു ഡ്രോബാക്ക് ആണ്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ മറികടക്കാൻ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെ മൈൻഡ് ആ രീതിയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. അതിനെ മറികടക്കാൻ നമ്മളായിട്ട് തയ്യാറായാൽ നമുക്കിത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഫീൽഡാണ്. ഓക്കെ, ഇത് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? ഈസി മണി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സുഖമായിട്ട് പൈസ ഉണ്ടാക്കുന്ന വിചാരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പോയിന്റ് ആണത്. മടി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ട്രേഡ് താഴേക്ക് പോകും. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമൊന്നുമില്ല. നമ്മൾ കമ്മിറ്റ്മെന്റ് വേണം, സിൻസിയറിറ്റി വേണം. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത് അവരുടെ കഴിവുകളോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ഒന്നും തന്നെ പാരമ്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ബാധിക്കുന്നതല്ല. ഇതൊക്കെ നമുക്ക് സ്കില്ലുകളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രാക്ടീസിലൂടെ ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഏത് സ്കിൽസും. അപ്പോൾ സ്കിൽസാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്കിൽസ് നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം. അപ്പോൾ എങ്ങനെയാണ് റഹീന ആ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് സെല് ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെയിൽസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കണക്ഷന് നമ്മുടെ കോൺടാക്റ്റിൽ സെയിൽസ് വരുന്നുണ്ട്. ഷോപ്പ് ത്രൂ ആണോ? നോ നമ്മളെ കോൺടാക്ട്സിൽ ആളുകൾ കോൺടാക്റ്റിലൂടെ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് സെയിൽസ് ചെയ്യാം. അത് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസോ സ്റ്റോറീസോ ഒക്കെ കാണുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കോൺടാക്റ്റിൽ സെയിൽ ചെയ്യാൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു ഓപ്ഷൻ ഓൺലൈനാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇഷ്ടം പോലെ എൻ്റെ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അതും ചില സ്ത്രീകൾ പോലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലും 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ ഒന്നുകൂടെ ഒരു ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്. ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ത്രൂ ആണ് പിന്നീട് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആയുർവേദ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ കൂടുതലും സെല് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് ബാക്കോട്ട് ചിന്തിക്കണമെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം 30 വർഷം ബാക്കോട്ട് ചിന്തിക്കുന്ന ജനറേഷൻ, ആ ഒരു ജനറേഷൻ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? അന്ന് പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് വന്നു. ഫുഡ് ഹാബിറ്റ്സ്, പല കാര്യങ്ങളും. ഒന്ന് അതിലൊരു 5 പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പറയാറുന്നൊരു പോയിന്റ്സ് ആണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. രണ്ടാമത്തെ ഒരു കാര്യം വെള്ളം, ശ്വസിക്കുന്ന വായു. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് അടങ്ങുന്ന ഈ ഉപകരണങ്ങൾക്കുള്ളിലുള്ള നമ്മുടെ ജീവിതം. പിന്നെ നമ്മുടെ സ്ട്രെസ്സ്. ഈ ഒരു 5 കാര്യം നമ്മളിനി എങ്ങനെ മാറ്റാൻ വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല. കാരണം അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന 100-ൽ കൂടുതൽ എണ്ണിപ്പെറുക്കിയെടുക്കുന്ന ജീവിതശൈലി രോഗങ്ങളും. അത് ഇവൻ നമ്മളൊക്കെ ഹെൽത്തിയാണ് ചിന്തിക്കുന്നത് നമ്മൾക്ക് പോലും എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാവും. നമുക്കൊരിക്കലും ഷുവർട്ടി പറയാൻ പറ്റില്ല. കാരണം മായമടങ്ങാത്ത ഭക്ഷണം നമ്മൾ എന്തായാലും കഴിക്കുന്നില്ല. ഇനി പച്ചക്കറികളും ഫ്രൂട്ട്സുകളും അതേപോലെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കല്ലിൽ അരച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികളായിരുന്നു. വീട്ടുവളപ്പിൽ നട്ട് വളർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളും കാര്യങ്ങളുമായിരുന്നു. ഇന്ന് നമുക്ക് അതിലേക്ക് തിരിച്ചു പോകുന്നുള്ളത് പോസിബിൾ. നമുക്ക് പിന്നെയും അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഭക്ഷണം തന്നെയാണ്. മറ്റുള്ളതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒരു പരിധി ഉണ്ട്. ഭക്ഷണത്തിന് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3.5 കിലോഗ്രാം ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു വ്യക്തിക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 3.5 കിലോ ഒരു വ്യക്തിക്ക് കഴിക്കാം, ഇന്നത്തെ സാഹചര്യത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ലൈഫ് പോസിബിൾ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 3.5 കിലോ ഓർഗാനിക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എവിടെ നിന്ന് കിട്ടും? അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റെലവൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകൾ നാച്ചുറൽ ആണ്. ഫ്രൂട്ട്സിൽ നിന്നാണ് കൂടുതലും അതിന്റെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഈ 3.5 കിലോഗ്രാം ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറിയൊന്നും പഴങ്ങളൊന്നും കിട്ടുന്ന ആ ഒരു കണ്ടൻസ് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നു. അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഹെൽത്തി ആവും. ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ബോഡി തയ്യാറാവും. ഇമ്മ്യൂണിറ്റി നമുക്ക് കൂടും. അതെ, അല്ലാണ്ട് ഇത് പ്രഷറിനുള്ള ഷുഗറിനുള്ള ഇന്ന പ്രശ്നത്തിനുള്ള മെഡിസിൻ എന്ന രീതിയിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി റെഡി ആവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല. 3.5 കിലോഗ്രാം ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡെയിലി കഴിക്കാൻ പറ്റില്ല, അത് മതി. വിഷമടിക്കാത്ത നല്ല നാടൻ പച്ചക്കറികളും ഫ്രഷോട് കൂടെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സിലുള്ളത്. വീട്ടിലൊരു ഓർഗാനിക് ഫാം
സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കണ്ട. ഇല്ല. അതിനുള്ള സ്ഥല സൗകര്യങ്ങളും സമയമില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്, ഒരിക്കലും മെഡിസിൻസിന് പകരമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട കണ്ടൻസുകൾ ഇന്ന് കിട്ടുന്നില്ല. അപ്പോൾ ന്യൂട്രീഷൻസും മിനറൽസും വൈറ്റമിൻസ് ഒക്കെയാണ് ബോഡിയിലേക്ക് വേണ്ടത്, അതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായുടെ രുചിയും വയറിന്റെ വിശപ്പ് നോക്കിയിട്ട് ഇന്ന് കഴിക്കുന്നുള്ളൂ. അവിടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആൾക്കാർക്ക് മന്തി ഇല്ലാതെ ഒരു നേരം പറ്റാത്ത അവസ്ഥ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾ, അല്ലെങ്കിൽ മന്തി തന്നെ കഴിക്കുന്ന ആൾ, അൽഫാം കഴിക്കുന്ന ആൾ, അവർക്ക് എങ്ങനെ ഈ പ്രൊഡക്റ്റ്? ഇപ്പോൾ നമ്മളൊക്കെ മലയാളികളാണ്. മലയാളികളെ സംബന്ധിച്ച് പൊതുവെ ഇന്നത്തെ ജനറേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് മാറിക്കഴിഞ്ഞു. നമ്മൾ നിർബന്ധപരമായിട്ടും ഇത് മാറ്റാൻ നോക്കിയാൽ പോസിബിൾ അല്ല. ചിട്ടയോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല, അവർക്ക് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. പക്ഷേ കോമൺലി എല്ലാവരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ കുറച്ചൊക്കെ കുറയ്ക്കുക, അതാണ് ഇപ്പം എനിക്ക് ആരോടും പറയാനുള്ളത്. കുറച്ച് മാക്സിമം പറ്റുന്നത്രയും കുറയ്ക്കുക. ഇത് തീരെ പാടേ കഴിക്കൂല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് നമുക്കൊരു സൊസൈറ്റിയുടെ അണ്ടറിൽ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ സിറ്റുവേഷനിൽ പോസിബിൾ അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിന് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുക. ഓക്കെ. കുറയ്ക്കാന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് എന്ന രീതിയിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ സപ്ലിമെന്റ്സിന്റെ കാലമായി പോയി. നമ്മളതൊക്കെ ഹെൽത്തി സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ ഇന്ന് സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് രീതിയിലും പല രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് അതിനേക്കാളും ബെറ്റർ ആക്കാൻ. അതിലെന്തായാലും കെമിക്കൽസ് ഉണ്ടാവും, ചെറിയ മൈന്യൂട്ട് പെർസെൻറ്റേജിലും കെമിക്കൽസിലൂടെയാണ് സപ്ലിമെന്റ്സ് ഉണ്ടാകുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ആർക്കും, നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, അത് 1 മാസം 2 മാസം പ്രായമുള്ള കുട്ടികൾക്ക് പോലും നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ 3-4 വയസ്സുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് ചെറുപ്പം മുതൽ കഴിച്ച് 3-4 വയസ്സായ കുട്ടികളാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ സൈഡ് എഫക്റ്റോ ഉണ്ടാണെങ്കിൽ അത് അവർക്ക് ഉണ്ടാവണം. ഓക്കെ ഫൈൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ സെറ്റാണ്, ഉഷാറാണ്. ഇനിയിപ്പോൾ താങ്കളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു ഏജ് കാറ്റഗറി ഉണ്ടോ? ആരൊക്കെയാണ് താങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? അതൊന്നും ഒരു ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബിക്കോസ് ഈ കാണുന്നത് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, മുതിർന്ന ഒരാളായിരിക്കാം, ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ജോലി ഇല്ലാത്ത ആളായിരിക്കാം. അപ്പൊ അവർക്കൊക്കെ എങ്ങനെ ഇതിലോട്ട്? ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം. വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ് വേണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകളും എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 18 തികഞ്ഞു എന്നെ കൂടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കും കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളും ഉണ്ട് എൻ്റെ കൂടെ. അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും പ്രോഫിറ്റ് മേടിച്ചിട്ടുണ്ട്. ഈവൻ എനിക്ക് ഈ ഒരു ഫീൽഡ് ഏറ്റവും ബെറ്റർ ആണെന്ന് തോന്നിയ സമയത്ത് ഞാൻ ഈ ഒരു അവസരത്തെക്കുറിച്ച് ആദ്യം നിങ്ങളും കൂടെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തിയത് എൻ്റെ സ്വന്തം ഉമ്മാക്കാം. ഉമ്മ തന്നെയാണ് ഈ അവസരത്തെക്കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്നതും. അപ്പോൾ ബെറ്ററാണ് ഉമ്മ, ഞാൻ ചെയ്യാം, ഉമ്മയും കൂടെ ചെയ്തോ എന്ന് പറഞ്ഞ് ഉമ്മക്കാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഒരുപാട് സോഷ്യലായിട്ട് ആളുകളുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഉമ്മ ഒരു സമയത്തിനോട് ചോദിച്ചാൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോബ് നിൻ്റെ ഓഫീസിലുണ്ടാവുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഉമ്മയോട് പറഞ്ഞു 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷനുള്ള ഉമ്മക്ക് എന്താണ് നല്ലൊരു പൊസിഷനിലൊരു ജോബൊന്നും ഉമ്മ കിട്ടൂല. ഞാൻ ഓഫീസിൽ ചിലപ്പോൾ PR ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിരിക്കും. പക്ഷേ ഉമ്മാനെ സംബന്ധിച്ച് ഉമ്മാൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ വല്ല പ്യൂണിൻ്റെ ജോലിയോ അല്ലെങ്കിൽ സ്ലീപ്പറുടെ ജോലിയോ ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഉമ്മ വേണ്ട, ഉമ്മാൻ്റെ ക്വാളിഫിക്കേഷയുടെ ജോലിക്ക് ട്രൈ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇത് ബെറ്ററാണ് തോന്നിയ സമയത്ത് ഈ ഒരു അവസരം ആദ്യം കൊടുത്തത് എൻ്റെ ഉമ്മാക്ക് തന്നെയാണ്. 54 വയസ്സായ എൻ്റെ ഉമ്മ ഇന്ന് ഏകദേശം 60 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപ ഇപ്പൊ നേടിയിട്ടുണ്ട്. ഇതിന്റെ മാർജിൻ എങ്ങനെയാണ്? ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ മാർജിൻ ഒരാൾക്ക് എങ്ങനെ കിട്ടും? അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക ബിസിനസ് തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഏതൊരു ഫേം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ സെയിൽസോ സർവീസോ നടക്കണം. ഇവിടെ സെയിൽസാണ്. ഇവിടെ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പരിമിതികളുണ്ട്. എനിക്ക് 24 ഹവറേ ഉള്ളൂ. ഈ 24 ഹവറിനുള്ളിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് ആളുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ തേടി പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ സമയത്ത് എനിക്കിതിന് ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ടൈമിൻ്റെ കൂടെ എനിക്ക് അവിടെ ടൈമും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് ഞാൻ ട്രെയിൻ ചെയ്യും, എങ്ങനെ സെയിൽസ് ഞാൻ ചെയ്ത കാര്യം എങ്ങനെയാണ്, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കും. അത് വാച്ച് ചെയ്യുന്നുണ്ടാകും, അവരെ മോണിറ്റർ ചെയ്യും. അപ്പോൾ അവരിലൂടെ ഈ വോളിയം കൂടും. സ്വാഭാവികമായിട്ടും അവർക്കും പ്രോഫിറ്റബിൾ ആണ്, എനിക്കും പ്രോഫിറ്റബിൾ ആണ്. അതായത് എല്ലാവരും ഒരു ബിസിനസ്സുകാരനായി മാറാണ്. അതായത് ഞാൻ ഒരു ബോസായി മാറാണ്, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറും. അതെ, ഏതൊരു വ്യക്തികളുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഇവിടെ എനിക്ക് ഒരു സിനിമയിലത്തെ ഡയലോഗാണ്, ഒരു എഞ്ചിനീയർക്കോ ഡോക്ടർക്കോ കിട്ടുന്ന ആൾ ഉപരി പൈസയാണ് ബിസിനസ്സുകാരന് കിട്ടുന്നത്. അതുകൊണ്ടാണ് റഹീന ഇവിടെ 1 കോടി സമ്പാദിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു പുതിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ആൾക്കാർക്ക് എത്തണം. ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവണം, കണ്ടന്റ് ക്രിയേറ്റർ ആവണം, യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ക്രിപ്റ്റോ വരെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്, അത് പേടിക്കാതെ നമുക്കൊരു ബിസിനസ്സിലോട്ട് കിടക്കാൻ പറ്റുന്ന ഒരു മേഖലയെ നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇന്ത്യയിൽ ഈ ഒരു സംഭവം ഉണ്ട്, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ താങ്കളാണ് ആദ്യത്തെ 1 crore അച്ചീവ് ചെയ്ത വ്യക്തി. അച്ചീവ് ചെയ്ത ലേഡി. അപ്പോൾ വേറെ ലേഡീസ് ഒന്നും ഈ ഒരു ഫീൽഡിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ത്രീകൾക്ക് പോസിബിൾ ആണോ എന്നായിരുന്നു. ഞാൻ എക്സാമ്പിളായിട്ട് അധികം സ്ത്രീകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ട് നിന്നതുമാണ്, കാരണം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് അതല്ല സിറ്റുവേഷൻ. ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. എൻ്റെ ടീമിലേക്ക് ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. ഇന്ന് അവർക്ക് ചിലപ്പോൾ എക്സാമ്പിളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം, ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. ഞാനതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ത്രീകൾ ഏതൊരു ഫീൽഡിലേക്കും കടന്നു വരാൻ കുറച്ച് സമയമെടുക്കും. എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് സേഫാണ്, സെക്യൂർ ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ട്. ഡിസൈനിങ് ഫീൽഡൊക്കെ ഇന്ന് സ്ത്രീകൾ ഒരുപാട് തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്ക് ഏറ്റവും സേഫായിട്ടും സെക്യൂറായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. സ്ത്രീകൾ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് യങ്സ്റ്റേഴ്സ്, പയ്യന്മാരായിട്ട് പെൺകുട്ടികളായിക്കോട്ടെ ഉള്ള ആളുകളുണ്ട്. അവരവരുടെ പഠനത്തിൻ്റെ കൂടെ ഈ ഫീൽഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഉപരി 18, 20 അല്ലെങ്കിൽ 21 ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അവരെ കൂടെ പഠിച്ചിരുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട്സൊക്കെ ഇനി എന്ന് ചിന്തിക്കുന്ന സമയമാകുമ്പോഴേക്കും 2 or 3 വർഷമാകുന്ന സമയമാകുമ്പോഴേക്കും ഇവർ സെറ്റിലാവുന്നുണ്ട്. അവരുടെ ഫാമിലിയെയും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ലക്ഷറി രീതിയിലേക്കൊക്കെ ആ സമയമാകുമ്പോഴേക്കും അവർക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. സ്ത്രീകളായിക്കോട്ടെ, വെറും 4 ചുവരിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകൾക്ക് പോലും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും. ഇപ്പോൾ എനിക്ക് സ്ത്രീകളോടൊക്കെ പറയാനുള്ളൊരു കാര്യം, അത് സ്ത്രീയല്ല പുരുഷനായിക്കോട്ടെ, എന്തായാലും പറയാനുള്ളൊരു കാരണം വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു വ്യക്തിഗത ആവശ്യമാണ്. അത് ചിലപ്പോൾ അവരെ സേഫാക്കാൻ അവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഹസ്ബൻഡ് ഉണ്ടായിരിക്കാം, ഉപ്പ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഫാമിലി ആയിരിക്കാം. പക്ഷെ അവർ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു വ്യക്തിഗത ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ആരെയും യാചിക്കാനോ കീഴിൽ നിൽക്കാനോ നിൽക്കരുത്. അതെ. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരും ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ അവിടെ നിന്ന് എന്താ പറയുക, ഒരു സ്ത്രീ ആയിക്കൊണ്ട് തന്നെ എനിക്കും ഏൺ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ഇന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷേ അതിന് മുൻപും സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എനിക്ക് മുന്നോട്ട് പോകുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. കാരണം ഞാൻ സിംഗിൾ പാരൻ്റ് ആണ്. എൻ്റെ മകളെ വളർത്തുക എന്നുള്ളത് എനിക്ക് അത്രയും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ മുന്നോട്ടെത്തിയത്. എനിക്ക് അവരുടെയൊക്കെ മുന്നേ കയറി കേരളത്തിലെ ആദ്യത്തെ ക്രോർപതി, ഒരു സ്ത്രീയായ ക്രോർപതി എന്നാവാൻ പറ്റിയത് ചിലപ്പോൾ എൻ്റെ ഒരുപാട് വെല്ലുവിളികളെ ഞാൻ അതിജീവിച്ച് തന്നതുകൊണ്ടായിരിക്കാം. ബിസിനസ് അല്ലെങ്കിൽ ലൈഫിനെറ്റൊക്കെ പറഞ്ഞപ്പോൾ ലൈഫിൽ സ്റ്റക്കായ മൊമെൻ്റ് ഉണ്ടോ? ഇപ്പോൾ സിംഗിൾ പാരൻ്റ് ആണെന്ന് പറഞ്ഞു, എന്ത് പറ്റി? അല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിധി, ഞാൻ അതിനെ അങ്ങനെ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അല്ല, ആ ഒരു സമയത്ത് ഞാൻ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനി എന്നൊരു ചോദ്യചിഹ്നം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു മകളുള്ളത് കൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അതിന് പൊരുതല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. ഒരു 3500 രൂപ സാലറിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇന്ന് വളരെ പ്രൗഡാണ്. എന്നിപ്പോൾ ഏകദേശം ഒരു മാസം 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ രീതിയിൽ എങ്ങനെ പോലും 2 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ അറൗണ്ടിൽ ഞാൻ ഒരു മാസം പ്രോഫിറ്റബിൾ ആണ്. ഒരു 5 വർഷം കൊണ്ട് 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം മേടിക്കാൻ പറ്റി. അപ്പോൾ അതിനെ ഞാൻ എന്താ പറയുക, ഗോഡ്സ് ഗ്രേറ്റ് ആണല്ലോ. അത് ചിലപ്പോൾ എന്നെ അതിജീവിക്കാനുള്ള എൻ്റെ മുന്നിലിട്ട് തന്ന ഒരു വിധിയായിരിക്കും. അത്ര ഞാനത് ചിന്തിക്കുന്നുള്ളൂ. എല്ലാം നല്ലതിന്. അതാണ് ഞാൻ പറയുന്നത്. 3500 രൂപയിൽ നിന്ന് മാസം 2 ലക്ഷം മിനിമം എന്നാണ് പറയുന്നത്. മിനിമം 2 ലക്ഷം രൂപ നേടുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ കാണുന്നവർക്കൊന്നും
വിശ്വസിക്കാൻ കൂടി പറ്റുന്നത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടോ, പക്ഷെ വിശ്വസിച്ചേ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്കും സാധിക്കും എന്നുള്ള തെളിവാണ് റഹീന ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഐ ടി അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരും, ടാക്സിന്റെ ഇൻകം ഇല്ല, ടാക്സ്. ഞാൻ ഇയർലി ITR ഫയൽ ചെയ്യുന്നുണ്ട്, മന്ത്ലി GST ഫയൽ ഓക്കെ, അപ്പൊ ആ പ്രശ്നമില്ല. ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നു ഞാൻ മന്ത്ലി GST പേ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ആ സൈഡ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെടാൻ പറ്റും ഒരാൾക്ക്? ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ അതിലോട്ട് എത്തിപ്പെടാൻ പറ്റും എന്ന് പറയാമോ? ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഓപ്ഷൻ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻസും അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അവരെ ലൈഫിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പ് മൂവ്മെന്റ്സിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വിജയം, എൻ്റെ ഉമ്മ 60 ലക്ഷം രൂപക്കുമുള്ള വരുമാനം മേടിച്ചു, എൻ്റെ ടീമിൽ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ വരുമാനം മേടിച്ച് ഏകദേശം ഒരു 30-40 ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുന്നതിലുപരി നമ്മുടെ കൂടെ കുറച്ച് ആളെയും കൂടെ വിജയിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് മനസ്സിനും നന്മയുള്ളൊരു കാര്യമാണ്, സമൂഹത്തിനും നന്മയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആർക്കും അസോസിയേറ്റ് ചെയ്യാം. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാണ്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് അവരുടെ എന്ത് ലിമിറ്റേഷൻസിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇതൊരു പുതിയ അറിവാണ്. ഇത് കാണുന്ന ഓരോരുത്തർക്ക് ഇനി സ്വന്തം കാലിൽ നിൽക്കാനും ഒരാളെ കീഴിൽ നിൽക്കാതിരിക്കാനും നല്ലൊരു ഓപ്ഷനാണ്. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പല മേഖലയിൽ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. എല്ലാവരുടെയും ആവശ്യം വരുമാനം തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ് ഫിനാൻഷ്യൽ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് നേടാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ അടുത്ത് ഇടയായിട്ട് ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറുടെ അഡ്വക്കേറ്റ് വാമനകുമാർ സാറുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതിൽ അവർ പറഞ്ഞൊരു കോട്ടിംഗ് ആണ്, നമ്മൾക്ക് വേണ്ടി നമ്മളല്ലാണ്ട് മറ്റാര് ജീവിക്കും, എന്നാൽ നമ്മൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിന് ജീവിക്കണം എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾക്കും കൂടെ നമുക്ക് ജീവിക്കാം. അതിന് പറ്റിയൊരു ഫീൽഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫീൽഡിലേക്ക് സ്വാഗതം. ആ ഒരു ലാസ്റ്റ് കോട്ട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ ഇതിനെ പറ്റിയ എല്ലാ ഡെഫിനേഷനും ആ കോട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതൊപ്പം തന്നെ നമുക്ക് കൈ പിടിക്കാനും ചേർത്ത് പിടിക്കാനും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് രക്ഷപ്പെടുത്താനും റഹീന ഇവിടെ റെഡിയാണ്. അപ്പോൾ റഹീനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഒരു കോടീശ്വരനോ കോടീശ്വരി ആവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിവേ, ഈ ഒരു കാര്യം ഇങ്ങനൊരു മേഖലയുണ്ടെന്ന് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി. ആൻഡ് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിലും നന്ദി അറിയിക്കുന്നു. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.